ഹീറോ എന്താണ് ഡാൻസ് റിഹേഴ്സലാ? ഈ ക്ലൈമറ്റ് എനിക്ക് തണുപ്പങ്ങനെ പറ്റില്ല മാഡം. ശരിക്കുള്ള തണുപ്പ് തുടങ്ങിയിട്ടില്ല. അയ്യോ, ഓർക്കെങ്ങനെ ഓക്കെ ആയോ? ഇവിടെ കാലത്ത് 6 മണിന്ന് പറഞ്ഞാൽ നാട്ടിൽ 10:30 ആയില്ലേ. അപ്പം നേരത്തെ എണീറ്റെന്ന് പറയാൻ പറ്റില്ല. അവർ പുതിയ ലൊക്കേഷൻ നോക്കാൻ പോയിട്ടേ ഉള്ളൂ. പറഞ്ഞു വെച്ച സ്ഥലത്തിൻ്റെ പെർമിഷൻ പ്രശ്നമാണെന്ന്. സത്യം അതൊന്നുമല്ല. ഷൂട്ട് ചെയ്യാനുള്ള ക്യാമറയും അത് കൊണ്ടുവരുന്ന അസിസ്റ്റൻ്റ് പിള്ളേരും ഉച്ച കഴിയുമ്പോഴേ എത്തുള്ളൂ. അവരുടെ കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സായി. ഓ, വില്യംസും സിദ്ദിഖും നേരത്തെ ലൊക്കേഷനിൽ പോയി. ബാക്കി എല്ലാവരും ടൗണിൽ ഷോപ്പിങ്ങും കറക്കുമായിട്ട് പോയിട്ടുണ്ട്. ജയ ഫ്രീ ആണെങ്കിൽ നമുക്കൊരിടം വരെ പോയാലോ? അത് ഇതെനിക്ക് പരിചയമുള്ള സിറ്റിയാ. അല്ല, പുറത്തു പോവാന്ന് വെച്ചാ അവിടുന്ന് നേരെ നടന്ന് വലത്തോട്ട് ഇരിഞ്ഞ അപ്പൂപ്പൻ്റെ കാഫറ്റേരിയ. അവിടുന്ന് ഒരു കാപ്പി കുടിച്ച് ടാക്സി ഓടിക്കുന്നു. ഓക്കെ? അതല്ല മാഡം, കയ്യില് ക്യാഷ് ഇല്ല. മാഡം, ഞാനേ ഒന്ന് നാട്ടിലേക്ക് വിളിച്ചിട്ട് വരാം. ഹലോ അമ്മേ. അമ്മ, ഞാനാ ജയകൃഷ്ണൻ. അതെ, എപ്പോൾ കട്ടാവുമെന്നോ കേൾക്കാതെ ആവുമെന്നോ എനിക്കറിയില്ല. അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഇവിടെ എത്തി, യാത്ര സുഖം. പിന്നെ യൂറോപ്പിലെ ചെലവ് കുറഞ്ഞ രാജ്യത്ത് ഇതാണ് സ്ഥിതി. നല്ല ചെലവല്ലേ ഇവിടെയൊക്കെ താമസിക്കാൻ. ഹീറോ പേടിക്കണ്ട, ഇവിടെ ഓട്ടോഗ്രാഫിന് ആരും ശല്യപ്പെടുത്തില്ല. അയ്യോ, അതല്ല, മാഡത്തിന് കോഫി വേണ്ടേ? ഈ മാഡം എന്ന് കളിയാക്കാൻ ഉദ്ദേശിച്ച് വിളിച്ചതല്ലേ? അതോ സ്ഥിരമായിട്ട് കളിയാക്കാനാണോ ഉദ്ദേശം? ക്യാമറയ്ക്ക് മുന്നിൽ എനിക്ക് വിളിക്കാനൊരു പേരുണ്ടായിരുന്നല്ലോ. പക്ഷെ കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടല്ലേ മിണ്ടുന്ന. ഹായ്, ഐ എം സോഫിയ ഗോഡ്ഫ്രെ. അധോലോക നായകൻ വിൻസെന്റ് ഗോഡ്ഫ്രെയുടെ ഏക പെങ്ങൾ. ഞാൻ ജോസഫ് ഡാനിയൽ, പതിവ് പോലെ ഓർഫനാണ്. ജോസഫ് എന്താ കാണുമെന്ന് പറഞ്ഞത്? സോഫിയക്ക് കാപ്പി വേണ്ടേ? അഭിനയത്തിലെ ഡ്രാമ ജീവിതത്തിൽ കാട്ടുന്ന ഏക നടിയും നടനും നമ്മളായിരിക്കും. സ്മോൾ. ഒബ്രിഗാദോ. ഇവിടെയൊക്കെ കള്ളിന് ഒബ്രിഗാദോ എന്നാണോ പറയുന്നത്? കൊള്ളാമല്ലോ. രാവിലെ തുടങ്ങാനാണോ പ്ലാൻ? ഒബ്രിഗാദോ എന്ന് പറഞ്ഞാൽ നന്ദി. പിന്നെ രാവിലെയാണ് തുടങ്ങേണ്ടത്. പ്രത്യേകിച്ച് ഒരു മുഴുവൻ ദിവസം ബോറടിക്കാനുള്ളപ്പോൾ. ഒരു നാടിനെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ കുറേ സ്ഥലങ്ങളും ആൾക്കാരെയൊക്കെ കണ്ടാൽ പോരാ. ആ നാട്ടിലുണ്ടായ കള്ളു കുടിക്കണം. അവിടുത്തെ വെയിലും മഞ്ഞും ആ മണ്ണിൽ വീണ ചോരയും കണ്ണീരും ഒക്കെ കൂടി കലർന്നുണ്ടായതാണ്. അതാണ് ഈ കുപ്പിക്കകത്തുള്ളത്. സൗത്ത്. ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ കരിക്കാടി കുടിച്ച് വയറ് നശിപ്പിക്കില്ലായിരുന്നു. എങ്ങനെ ഹീറോ, ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ സംവിധാനം ചെയ്യട്ടെ? സൗത്ത്. എന്നാ പോവാ, ബാക്കിയുള്ളത് കയ്യിലെടുത്തോ. ഗിഫ്റ്റ് മറക്കണ്ട. ടാക്സിയുടെ പൈസ കൊടുക്കാം. പൈസ ഫസ്റ്റ് ഡേ ബെസ്റ്റ് ഷോ. മേലോട്ട് കയറി ചെല്ല്. പിന്നെ തൂക്കി കൊല്ലാൻ വേണ്ടി കോടതി കൂടിയിട്ടുണ്ട് അവിടെ. എന്തിന്?
എന്റെ ഭഗവതി, നീ എന്റെ മോളെ തിരികെ കൊണ്ടെത്തിച്ചു. മോളെ ഇവിടെ പോയിരുന്നതാ ഇത്ര നേരം? ഷൂട്ടിംഗ് ഇല്ലെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു വർക്കില്ലെന്ന്? ഈ നാട് മുഴുവൻ നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത് പോലീസാ, പോലീസിയാ. ഇനി അവരെ വിളിച്ചൊതുക്കണം. അതും എന്റെ പണി. സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല. എടാ നിനക്കിട്ട് പാര വെച്ച അവള്. മറ്റവൻ അവന്റെ ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഇന്നലെ അവളെ തുള്ളി കളിപ്പിച്ചെന്നെ ചൊരുക്ക്. നീ കൂടി ഇല്ലെങ്കിൽ ഷൂട്ട് നടക്കില്ലല്ലോ. മിസ്റ്റർ ജയ്, നിങ്ങളെ ഡേവിഡ് സാർ വിളിക്കുന്നു. ചെല്ല്. ഞാൻ എവിടെയാ പോകുന്നത്, ഞാൻ എപ്പോ തിരിച്ചു വരുന്നത്, ആരുടെ കൂടെ പോകുന്നതൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. അത് നിങ്ങളോടൊന്നും പറയേണ്ട ആവശ്യമില്ല. I don't care, okay? തുറന്നു നോക്കിയോ ഗിഫ്റ്റ്? അവൾക്ക് ഈ മുറിയിലെ എന്തും എറിഞ്ഞു പൊട്ടിക്കാം. ബിക്കോസ് ഇതെല്ലാം ഇന്നലെ മുതൽ അവളുടെയും കൂടെയാണ്. പക്ഷെ ഒന്നിന് മാത്രം അവൾക്ക് അർഹതയില്ല, എന്നെ വേണ്ടെന്ന് വെക്കാൻ. കാരണം അവളിനെ ഞാൻ സ്വന്തമാക്കിയതാ. ചത്ത് കളയുമെന്നായിരുന്നു ഭീഷണി. അപ്പം ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. ആ ദേഷ്യമാ ദാ ഇവിടെ പൊട്ടിക്കിടക്കുന്നത്. ഇന്നവളെ കാണിച്ച കുറുമ്പ് ഞാൻ വിഷമിക്കും. അതില് നിനക്കൊരു റോളുമില്ലെന്ന് സിദ്ദിഖ് എന്നോട് പറഞ്ഞു. അത് തന്നെയാ അവൾക്കും എന്നോട് പറയാനുണ്ടായിരുന്നത്. ഒരു കാര്യം നീ ഉറപ്പിച്ചോ, ഇനി ഇങ്ങനെ എന്തെങ്കിലും ചാടിപ്പുറപ്പെട്ട ഐ സ്വെയർ അത് നിന്റെ സിനിമയിൽ അവസാനത്തെ ദിവസമായിരിക്കും. ഒരു പെണ്ണിനോട് പൂതി തോന്നി പടം പിടിക്കാൻ ഇറങ്ങിയ പുതുപ്പണക്കാരനല്ല സാറ് എന്നെനിക്കറിയാം. തലനിറയെ സിനിമയെ സ്വപ്നം കണ്ട് നാട്ടിലിരുന്ന് എനിക്ക് ഇങ്ങനൊരു അവസരം തന്നതിൽ നന്ദിയുണ്ട്. പക്ഷേ സാർ ഇപ്പൊ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ ഭാവി ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഓർത്ത് എനിക്കൊരാശങ്കയില്ല സാറേ. കാരണം ഞാൻ നഷ്ടപ്പെട്ടും കഷ്ടപ്പെട്ടും കളഞ്ഞ വർഷങ്ങളും കൊണ്ടാ ഇപ്പൊ ഈ കാലുറപ്പിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. മുന്നോട്ട് പോകണമെന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് സാറിന്റെ ലവ് സ്റ്റോറിയുടെ ക്ലൈമാക്സ് എന്റെ പെടലേക്ക് കൊണ്ട് കെട്ടരുത്. സമ്മതിച്ചു, ഇന്ന് സംഭവിച്ചത് എന്റെ അറിവില്ലായ്മ. അതുകൊണ്ട് എന്റെ അറിവോടെ ഇനി ഇങ്ങനെ സംഭവിക്കില്ല. ഹീറോ എന്നോട് ദേഷ്യത്തിലാണോ? ഗിഫ്റ്റ് തുറന്നു നോക്കിയോ? എന്താ ഇത്? മീമോ, ലോകത്തിലെ ആദ്യത്തെ പ്രീപെയ്ഡ് ഫോണാണ്. നിനക്കിനി നാട്ടിലേക്ക് ഫോൺ വിളിക്കണമെന്ന് പറഞ്ഞ് ഫോൺ ബൂത്ത് തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. പോകും വരെ ഫോൺ വിളിക്കാനുള്ള കാശ് ഇതിനകത്തുണ്ട്. സമ്മാനം കിട്ടുന്നതൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെ. നാളെ നമ്മുടെ മാനേജറും സുഹൃത്തും കാലണ്ടറും അലാം ക്ലോക്കൊക്കെ ഇവനായിരിക്കും, ആ കോൺസ്റ്റന്റ് കമ്പാനിയൻ. എന്റെ സുഹൃത്ത് പക്ഷെ ഇവനാണ്. ഒരു കാലവും ചതിക്കാത്ത, ഒരു ചെലവും വരുത്താത്ത, മുഖത്ത് നോക്കി കാര്യം പറയുന്ന, പിറന്നപടി നിന്നാലും നാണിപ്പിക്കാത്ത ഈ കണ്ണാടി. എനിക്കെന്തോ എത്ര നോക്കിയിട്ടും ഇതിൽ അങ്ങനെ ഒരാളെ കാണാൻ പറ്റുന്നില്ല. മാഡം ഷോട്ട് റെഡി.
സോഫിയക്ക് ഇഷ്ടമില്ലാത്ത തീരുമാനങ്ങൾ ഒരിക്കലും എടുത്തിട്ടില്ല. താരയ്ക്കും അങ്ങനെ ചെയ്തുകൂടെ? സോഫിയയുടെ കൂടെ നിൽക്കുന്നത് ജോസഫ് ആയതുകൊണ്ടായിരിക്കും. താരയ്ക്ക് അങ്ങനെ ഒരാളില്ല. അവനവൻ ആഗ്രഹിക്കുന്നത് തന്നെയല്ലേ ജീവിതത്തിൽ സംഭവിക്കുക. ശ്രമിച്ചു നോക്കിയിട്ടില്ല. ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രമിക്കുക. ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു, നടന്നില്ല. എടുത്തുചാട്ടമുള്ള കുട്ടിയാണെന്ന് തോന്നുന്നു. എന്തോ ഗുരുത്തം കൊണ്ട് കയ്യിൽ കൊരുത്തതാ. ഇല്ലേ, ഉത്സാഹി. ആദ്യം അവള് കള്ളൊഴിച്ച് വന്ന് കുപ്പിയിലോട്ട് ഇറക്കി. ഇന്നിപ്പോ പടം പെട്ടിയിലോട്ടായ. നോക്കിക്കോ വലിയേട്ടാ, ഇത് ലാസ്റ്റാ. അവിടെ അമ്മേനെ എടുത്ത് ചേട്ടാ, ഇന്നത്തോടെ തീർക്കും ഞാൻ. അനുഭവത്തിൽ നിന്ന് പറയാ മോനെ, നിനക്ക് നല്ലൊരു ഭാവിയുള്ളതാ. ഒക്കത്താവാതെ നോക്കും. വാ.